നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADMK നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തിങ്കളാഴ്ച വിധി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതി തിങ്കളാഴ്ച ഉത്തരവ് പറയുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് രാവിലെ 10:15 ഉത്തരവ് പറയും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയായിരുന്നു. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും CPM നേതാവ് പ്രതിയായ കേസിൽ സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നുമായിരുന്നു ഹർജിക്കാരി പരാതിയിൽ ഉന്നയിച്ചത്. എന്നാൽ CBI വരേണ്ട, കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കും വിധം അന്വേഷണം പൂർത്തിയാക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സർക്കാർ. കോടതി ആവശ്യപ്പെട്ടാൽ കേസ് ഏറ്റെടുക്കുമെന്ന് CBIയും നിലപാട് വ്യക്തമാക്കിയിരുന്നു. മഞ്ജുഷ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ നവീൻ ബാബുവിൻ്റെത് ആത്മഹത്യയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ലെന്നും കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന സംശയം ഞങ്ങൾക്കുണ്ട് എന്നുമാണ്. ഇക്കാര്യത്തിൽ സ്വതന്ത്രമായ അന്വേഷണം ഇതുവരെയും ഉറപ്പാക്കിയിട്ടില്ല എന്നും മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു CPM നേതാവ് പ്രതിയായിരിക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുതാര്യമായ അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ CBI വന്നാൽ മാത്രമേ സത്യം തെളിയൂ എന്നുമാണ് മഞ്ജുഷ ആവശ്യപ്പെട്ടത്. എന്നാൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചു. ബൃഹത്തായ ഒരു അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് സർക്കാർ നടത്തുന്നുണ്ടെന്നും ഇത് കൊലപാതകമാണെന്ന് കുടുംബത്തിന് ആശങ്കയുണ്ടെങ്കിൽ അക്കാര്യം കൂടി അന്വേഷണ സംഘം പരിശോധിക്കുമെന്നും ആത്മഹത്യയാണെന്നാണ് നിലവിലെ കണ്ടെത്തലെന്നും വ്യക്തമാക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും ഫോറൻസിക് സർജന്മാരും ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നതെന്നും സർക്കാർ അറിയിച്ചിരുന്നു. എന്തായാലും ഈ കേസിൽ വിധി വരുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെയും ഹർജിക്കാരിയുടെയും അതുപോലെ തന്നെ CBIയുടെയും ഒക്കെ നിലപാടുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു വിധിയായിരിക്കും ഹൈക്കോടതി പുറപ്പെടുവിക്കുക. കോടതി പ്രധാനമായും പരിശോധിക്കുന്നത് ഇത് CBIക്ക് വിടേണ്ട കേസാണോ എന്ന് കോടതിക്ക് ബോധ്യപ്പെടണമെന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഈ കേസിൽ തിങ്കളാഴ്ച വിധി വരും. CBI അന്വേഷണം വേണമോ, അന്വേഷണം ഉണ്ടാകുമോ എന്ന ഒരു കാര്യത്തിൽ വ്യക്തത തിങ്കളാഴ്ച അറിയുവാൻ സാധിക്കും. അതേസമയം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്നതാണ്. കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് രക്തക്കറയെക്കുറിച്ചുള്ള പരാമർശം ഉള്ളത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസ് FIRലും അങ്ങനെ ഒരു പരാമർശമോ കണ്ടെത്തലോ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ വന്നതാണ്. നവീൻ ബാബുവിൻ്റെത് തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. യാത്രയയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം. ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുതെന്ന് PP ദിവ്യ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കീഴടങ്ങിയ PP ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യം കിട്ടുകയുമായിരുന്നു. എന്തായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ആ വിധി, കോടതി ഉത്തരവ് എന്താണ് എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.